പ്രചോദനാത്മകമായ കഥകളിലൂടെയും ഉദാഹരണങ്ങളിലൂടെയും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ഞങ്ങൾ ഇവിടെയുണ്ട്. ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ദുരിതത്തിന്റെ വേര് അറ്റാച്ച്മെന്റാണ്. ബുദ്ധൻ. ഹായ് കുട്ടികളെ, നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടെയും ചിരിയോടെയും ഇരിക്കുന്നുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ ഒരു പ്രധാനപ്പെട്ട പാഠം പഠിക്കാൻ പോകുന്നു. അത് നമുക്ക് ജീവിതത്തിൽ വളരെയധികം സഹായിക്കും. ബുദ്ധൻ എന്ന മഹാഗുരു പറഞ്ഞിട്ടുണ്ട്, ദുഃഖത്തിന്റെ വേര് ബന്ധമാണ്. ഇതിനർത്ഥം നമ്മുടെ എല്ലാ കഷ്ടതകളുടെയും അടിസ്ഥാനം എന്തെന്നാൽ നമ്മൾ കാര്യങ്ങളോടും ആളുകളോടും അമിതമായി പറ്റിപ്പിടിക്കുന്നു എന്നതാണ്. നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ നടക്കാത്തപ്പോൾ നമുക്ക് സങ്കടം തോന്നുന്നു. നമ്മൾ സ്നേഹിക്കുന്ന ആളുകളെ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് വേദന അനുഭവപ്പെടുന്നു. എന്നാൽ ഈ അനുബന്ധങ്ങൾ എങ്ങനെ വിട്ടേക്കാം? എങ്ങനെ സന്തോഷവും സ്വതന്ത്രതയും കണ്ടെത്താം? അതിനാണ് ഈ ചെറിയ കഥ. ഒരു ദിവസം ഒരു ചെറിയ കുട്ടി കാട്ടിൽ നടക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു തടാകത്തിന്റെ അരികിൽ അവൻ ചെറിയൊരു പക്ഷിയെ കണ്ടു. പക്ഷി മനോഹരമായിരുന്നു. അതിന്റെ തിളക്കുന്ന ചിറകുകൾ സൂര്യപ്രകാശത്തിൽ തിളങ്ങി. കുട്ടിക്ക് പക്ഷിയെ പിടിക്കണമെന്ന് തോന്നി. അങ്ങനെ അവൻ ഒരു വലിയ വല ഉണ്ടാക്കി പക്ഷിയെ കെണിയിൽ വീഴ്ത്താൻ കാത്തിരുന്നു. ഏറെ ക്ഷമയോടെ കാത്തിരിപ്പിനു ശേഷം പക്ഷി വലയിൽ കുരുങ്ങി. കുട്ടി ഓടിച്ചെന്ന് അതിനെ പിടിച്ചു. പക്ഷി അവന്റെ കൈയിൽ പിടികൂടിക്കിടന്നു, അതിന്റെ ചിറകുകൾ ചലിക്കാതെ. അപ്പോൾ കുട്ടി തിരിച്ചറിഞ്ഞു, താൻ പക്ഷിയെ സ്വതന്ത്രമാക്കിയാലും എവിടെയും പോകില്ല. അത് അവന്റെ കൈയിൽ നിന്ന് പറക്കാൻ ശ്രമിച്ചില്ല, പകരം പേടിച്ചു വിറച്ചു. കുട്ടിക്ക് സങ്കടം തോന്നി. അവൻ പക്ഷിയെ സ്നേഹിച്ചു, പക്ഷേ അവൻ അതിനെ സ്വതന്ത്രമാക്കിയില്ലെങ്കിൽ അതിന് സന്തോഷം നൽകാനാവില്ലെന്ന് അവൻ മനസ്സിലാക്കി. അതുകൊണ്ട് അവൻ പക്ഷിയെ വലയിൽ നിന്ന് പുറത്തെടുത്തു, ആകാശത്തേക്ക് ഉയർത്തി. പക്ഷി കുറച്ച് നിമിഷം കുട്ടിയുടെ കൈയിൽ ഇരുന്നു, തുടർന്ന് അതിന്റെ ചിറകൾ വിടർത്തി സ്വതന്ത്രമായി പറന്നു. കുട്ടി അതിനെ കൺമുന്നിൽ നിന്ന് മറയുന്നതുവരെ നോക്കി നിന്നു. പക്ഷേ അവന്റെ ഹൃദയത്തിൽ ഒരു പുതിയ സന്തോഷം ഉണർന്നു. അവൻ പക്ഷിയെ സ്വതന്ത്രമാക്കിയപ്പോൾ താനും സ്വതന്ത്രനാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. മരത്തൂർക്കടവിൽ താമസിച്ചിരുന്ന രാമു എന്ന ചെറിയ കുട്ടിയുടെ കഥയാണ് നമ്മൾ പറഞ്ഞു വന്നത്. രാമുവിന് തന്റെ കൂട്ടുകാർക്കൊപ്പം കളിക്കാനും പന്ത് തട്ടാനും കാട്ടിൽ പര്യടനം നടത്താനും എല്ലാം ഇഷ്ടമായിരുന്നു. പക്ഷേ അവന് എപ്പോഴും ഒരു ചെറിയ സങ്കടം ഉണ്ടായിരുന്നു. അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട കളിപ്പാട്ടി, ഇത്തിരി പൊട്ടക്കുഞ്ഞനായ ഗണപതിയെ അവന് നഷ്ടമായതായിരുന്നു. ഒരു ദിവസം കാട്ടിൽ കളിക്കുന്നതിനിടെ രാമു ഒരു പുരാതന ക്ഷേത്രം കണ്ടു. ഉള്ളിൽ കടന്നുപോയ അവൻ ഒരു ചെറിയ മൂർത്തിയെ കണ്ടു. അതെ, അത് ഗണപതി തന്നെ. രാമുവിന്റെ കണ്ണുകൾ സന്തോഷത്തോടെ നിറഞ്ഞു. അവൻ ഗണപതിയെ എടുത്തു മുറുകെ പിടിച്ചു. ഒരിക്കലും അവനെ വിട്ടുകളയുന്നില്ലെന്ന് അവൻ സ്വയം നിശ്ചയിച്ചു. പക്ഷേ രാമുവിന്റെ സന്തോഷം അധികകാലം നീണ്ടുനിന്നില്ല. അയാൾ കളിക്കാൻ പോകുമ്പോഴും ഉറങ്ങുമ്പോഴും എപ്പോഴും ഗണപതിയെ തന്റെ കൈയിൽ പിടിച്ചിരുന്നു. അവന് ഉറങ്ങാൻ കഴിഞ്ഞില്ല, കളിയിൽ ശ്രദ്ധിക്കാനും കഴിഞ്ഞില്ല. ഗണപതി അവന്റെ ചെറിയ സുഹൃത്തായിരുന്നു, പക്ഷേ അവനിൽ അമിതമായ പിടിച്ചുവലിച്ചുകൊണ്ട് അവൻ അവനെ യഥാർത്ഥ സന്തോഷത്തിൽ നിന്ന് തടഞ്ഞു. ഒരു രാത്രി രാമു നിലാവെളിച്ചത്തിൽ ക്ഷേത്രത്തിന് പുറത്ത് ഇരിക്കുകയായിരുന്നു. അവൻ ഗണപതിയെ നോക്കി നിശബ്ദതയിൽ അവന്റെ രൂപം വീക്ഷിച്ചു. പെട്ടെന്ന് ഒരു നിലാവെളിച്ചം ഗണപതിയുടെ മുഖത്ത് വീണു. അപ്പോൾ അവൻ രാമുവിന് ഇടറി വീഴുന്ന ഒരു ചെറിയ ചിരി പോലെ തോന്നി. അപ്പോൾ രാമു തിരിച്ചറിഞ്ഞു, ഗണപതി സ്വതന്ത്രനാകാൻ ആഗ്രഹിച്ചു, രാമുവുമായി കളിക്കാനും ചിരിക്കാനും ഓടാനും. അവൻ അവനെ സ്വതന്ത്രമാക്കിയില്ലെങ്കിൽ അവൻ യഥാർത്ഥത്തിൽ തന്നെ സ്നേഹിക്കുന്നില്ല. അങ്ങനെ രാമു ഒരു നിശ്ചയം എടുത്തു. അവൻ ക്ഷേത്രത്തിലേക്ക് മടങ്ങി ഗണപതിയുടെ മൂർത്തിയെ തിരിച്ചുവച്ചു. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൻ സങ്കടം തോന്നിയെങ്കിലും അവനിൽ ഒരു പുതിയ ഭാരം ഇല്ലാതായതുപോലെ തോന്നി. അവൻ സ്വതന്ത്രനായിരുന്നു, ഗണപതിയും സ്വതന്ത്രനായിരുന്നു. പിന്നീട് രാമു കൂടുതൽ സന്തോഷവാനായി, കൂടുതൽ കളിച്ചു, കൂടുതൽ ചിരിച്ചു. ജയ് ഹിന്ദ്. കണ്ടതിന് നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. രാമുവിന്റെ കഥയിൽ നിന്ന് നമുക്ക് എന്താണ് പഠിക്കാൻ കഴിയുന്നത്? നമ്മുടെ കാര്യങ്ങളോടും ആളുകളോടും അമിതമായി പറ്റിപ്പിടിക്കുന്നത് നമ്മെ സന്തോഷത്തിൽ നിന്ന് തടയുന്നു. നമ്മൾ അവരെ സ്വതന്ത്രമാക്കിയാൽ അവർക്കും നമുക്കും സന്തോഷവും സ്വാതന്ത്ര്യവും കണ്ടെത്താൻ കഴിയും. ബുദ്ധൻ പറഞ്ഞതുപോലെ, ദുഃഖത്തിന്റെ വേര് ബന്ധമാണ്.
നമ്മൾ ഈ ബന്ധങ്ങളെ അറിഞ്ഞിരിക്കുന്നതും അവയെ എങ്ങനെ കാര്യം ചെയ്യണമെന്ന് അറിയുന്നതും പ്രധാനമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അമിതമായി പറ്റിപ്പിടിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടോ? അവ എന്തൊക്കെയാണ്? അവയെ സ്വതന്ത്രമാക്കുന്നതിലൂടെ നിങ്ങൾ കൂടുതൽ സന്തോഷവും സ്വാതന്ത്ര്യവും കണ്ടെത്താൻ കഴിയുമോ? ഇവിടെ ചില ചോദ്യങ്ങൾ ഉണ്ട്, നിങ്ങൾ അവരെ സ്വയം ചോദിക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് ഞാൻ ഈ കാര്യത്തെയോ ആളെയോ അമിതമായി പറ്റിപ്പിടിക്കുന്നത്? എനിക്ക് അവരെ സ്വതന്ത്രമാക്കിയാൽ എന്താണ് സംഭവിക്കുക? അവരെ സ്വതന്ത്രമാക്കിയാൽ എനിക്ക് എന്താണ് നേടാൻ കഴിയുക? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നത് നിങ്ങളുടെ ബന്ധങ്ങളെ കൂടുതൽ ബോധപൂർവം കാണാൻ സഹായിക്കും. നിങ്ങൾക്ക് അവയെ എങ്ങനെ മാറ്റണമെന്ന് തീരുമാനിക്കാൻ അത് നിങ്ങളെ സഹായിക്കും. രാമയുടെ കഥയിൽ നിന്ന് നമുക്ക് ഒരു പ്രധാന പാഠം പഠിക്കാം. ബന്ധങ്ങളെ വിട്ടേക്കേണ്ടത് എപ്പോഴെങ്കിലും പ്രയാസമാണ്, പക്ഷേ അത് സന്തോഷത്തിനുള്ള വഴി തുറക്കുന്നു. ജയ് ഹിന്ദ്.